ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ് സ്നേഹത്തിലൂടെ നമുക്കൊരാളെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് മാറ്റാൻ പറ്റുക, സ്നേഹത്തിലൂടെ മാറ്റാൻ പറ്റുമോ, ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്. അങ്ങനെ സ്നേഹത്തിലൂടെ എങ്ങനെ നമുക്ക് ആ സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ശരിക്കും അവരുടെ സ്വഭാവം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവർക്ക് ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടായിരിക്കും, അതേപോലെ നല്ല ഗുണങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം മുഴുവനായിട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മാത്രമല്ല, മനസ്സിലാക്കുക, നിങ്ങൾക്കിടയിൽ അത്രയും സേഫ് ആണെന്നൊരു തോന്നൽ ആ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ അവർക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അവർ മാറാൻ തുടങ്ങുള്ളൂ എന്നുള്ളത്. അതായത് ഇപ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അതിനെ പറഞ്ഞിട്ട് ചൂടാവുകയാണ്, ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊരിക്കലും സേഫ് ആണെന്ന ഫീൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ആയാൽ ആൾ മാറാൻ തയ്യാറാവില്ല. സോ സേഫ് ആണെന്നൊരു തോന്നൽ ഇപ്പോഴും ആദ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവരെങ്ങനെയാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് അവർക്ക് എന്തൊക്കെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ അവരെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ മാറി കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വളരെ ദേഷ്യത്തോടെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് പേഷ്യൻസ് തീരെ ക്ഷമയില്ലാത്തൊരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ക്ഷമ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വളരെ കാമായി അത്രയും ക്ഷമയോട് കൂടിയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പതിയെ നിങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ ആ ഒരാൾക്ക് മനസ്സിലാവും, ഇതിങ്ങനെയും ഹാൻഡിൽ ചെയ്യാം. അതായത് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇത്തരം രീതികളിലൂടെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് ആൾക്ക് മനസ്സിലാവും. അപ്പോൾ ആൾ ചെറിയ രീതിയിലൊക്കെ ചിന്തിക്കാനും മാറാനും ഒക്കെ തുടങ്ങും എന്നുള്ളതാണ്. സോ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവരിൽ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ ആ മാറ്റങ്ങൾ എങ്ങനെയാകണം എന്നുള്ളത് നിങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വാക്കുകളിലൂടെ വലിയ രീതിയിൽ ആദ്യമൊന്നും പറയണ്ട, നിങ്ങൾ ആദ്യം കാണിച്ചു കൊടുക്കുക, എന്നിട്ട് വാക്കുകളിലൂടെ ആ കാര്യങ്ങൾ അവരോട് പറയാം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പോസിറ്റീവായ രീതിയിൽ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അവർ പെട്ടെന്നൊരു മാറ്റമൊക്കെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് അഭിനന്ദിക്കുക. അതായത് ഈ ഒരു കാര്യം ചെയ്തത് വളരെ നല്ലതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അഭിനന്ദിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് അവർക്ക് വളരെയധികം സപ്പോർട്ടായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ആളിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റമാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ അതിന് സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കില്ല, അഭിനന്ദനങ്ങൾ നൽകില്ല. അങ്ങനെയൊന്നും ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്ക് ചെറിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ കൊടുക്കുമ്പോൾ ആൾക്കത് വലിയൊരു മോട്ടിവേഷനായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. പിന്നെ അവർക്ക് തന്നെ തോന്നും അവരിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റണം എന്നുള്ളത്. സോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവർ മാറാൻ തുടങ്ങും എന്നുള്ളതാണ്. എന്ന് കരുതി ആളെ മുഴുവനായിട്ട് നിങ്ങൾ മാറ്റിയെടുക്കണം എന്നൊന്നും വിചാരിക്കരുത്. ചെറിയ രീതിയിലൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ് എന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങൾ പോലും അവർ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ വളരെ ജെന്യുവനായിട്ട് തന്നെ അഭിനന്ദിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ ഫോഴ്സ് ചെയ്യരുത് എന്നുള്ളത്. ഇപ്പം അവർക്ക് വളരെ മെല്ലെ ആയിരിക്കും ഓരോ മാറ്റങ്ങളും വരുന്നുണ്ടാവുക. പെട്ടെന്ന് ആൾ മാറുമൊന്നുമില്ല, വളരെ പതിയെയാണ് ചേഞ്ചസ് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യരുത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്, ഇതൊക്കെ മാറ്റിക്കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന ഫോഴ്സ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റുക. അതൊരിക്കലും നല്ലതല്ല. നമ്മൾ അവരെ എത്രത്തോളം ഫോഴ്സ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളിങ്ങനെ ചെയ്യരുത്, ഇതെനിക്ക് ഇഷ്ടമല്ല, എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിലേക്ക് ചിന്ത വരിക അവരിങ്ങനെ ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളോട് തീരെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്ത ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും അവരോട് പറയുകയാണ്, എന്നോട് എന്ത് സ്നേഹം കാണിക്കാത്തത്, ഇതിങ്ങനെ ഉള്ളിലിങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം, പുറത്ത് കാണിക്കുന്നില്ല, തീരെ റൊമാൻറ്റിക് അല്ല, ഇങ്ങനെ നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് റൊമാൻറ്റിക് ആവ്, സ്നേഹമൊക്കെ പുറത്ത് കാണിക്കുക, എന്നോടുള്ള സ്നേഹം എന്നോട് പ്രകടിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നിങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് അവരോട് പറയുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിലേക്ക് എന്തായാലും അങ്ങനെ കയറി പോകുന്നൊരു ചിന്ത എന്ന് പറയുന്നത്, അവർ തീരെ റൊമാൻറ്റിക് അല്ലാത്ത പേഴ്സണാണ്, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരു പേഴ്സണാണ് എന്നുള്ള ചിന്ത അവരിലേക്ക് കയറും. പിന്നെ നോർമലി അവർ അങ്ങനെ ഒരാളായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയല്ല നമുക്ക് വേണ്ടത്, അവർ മാറുകയാണ് ചെയ്യേണ്ടത്. അതായത് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത്, അവരിലുള്ള മോശം കാര്യം എന്താണോ
അതിനെ ചൊല്ലി എപ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരിക്കാതിരിക്കുക. അതായത് അതിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എപ്പോഴും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അവരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാറും എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടൈം കൊടുക്കുക. കുറച്ച് സമയം കൊടുത്തിട്ടും അവർ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എന്തെങ്കിലും വഴി നോക്കാം. അതിനു മുമ്പേ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഇന്ന് നിങ്ങൾ പറഞ്ഞു എനിക്ക് ആ സ്വഭാവം ഇഷ്ടമല്ല, മാറണം കേട്ടോ എന്ന് പറഞ്ഞു. നാളെ നിങ്ങൾ പറയാണ് നിങ്ങൾ മാറിയില്ല അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്വിച്ചിട്ട് പോലെ മാറാൻ ഒന്നും ആർക്കും പറ്റില്ല. അതുകൊണ്ട് കുറച്ച് സമയം ആൾക്ക് അനുവദിച്ച് കൊടുക്കുക എന്നുള്ളതാണ്, ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ പലരും പറയാറുണ്ട് എനിക്കാളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആളുടെ ചില സ്വഭാവങ്ങളൊന്നും എനിക്ക് പറ്റുന്നില്ല, ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്കത് ഇങ്ങനെ പറഞ്ഞ് മാറ്റണം എന്നറിയില്ല, ആളാണെങ്കിൽ മാറുന്നുമില്ല. അപ്പൊ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, സ്നേഹം കൊണ്ട് നമുക്ക് ഒരാളെ മാറ്റാൻ പറ്റും. പക്ഷെ അതിന് അവരും വിചാരിക്കണം എന്ന് മാത്രം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് പരസ്പരമുള്ള ട്രസ്റ്റ് ഉണ്ടാക്കുക, ഇഷ്ടം കൂടുതലാക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആള് മാറും. 100% ആളുടെ മാറ്റം വരും എന്ന് കരുതി മുഴുവനായിട്ടുമുള്ള ആളുടെ സ്വഭാവം മാറും എന്നുള്ളതല്ല. എങ്കിലും മാറ്റം ഉറപ്പാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, മുഴുവനായിട്ടും ആളെ മാറുമെന്ന് വിചാരിക്കരുത്, അങ്ങനെ ഒരിക്കലും മാറില്ല. പക്ഷെ അയാളുടെ മോശമാണ് എന്ന് തോന്നുന്ന സ്വഭാവങ്ങളെല്ലാം തന്നെ ആൾ മാറ്റാൻ തയ്യാറാവും. അപ്പോൾ അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.